ബാ. അമ്മയ്ക്ക് സുഖമല്ലേ? എന്താടാ പതിവില്ലാതൊരു ചോദ്യം? ഇല്ല, അമ്മയ്ക്ക് സുഖമാണോ? ടെസ്റ്റ് പേപ്പറിന്റെ മാർക്ക് വല്ലതും കിട്ടിയോ? ഇല്ല. പിന്നെന്താ കാര്യം? പറയാ. അമ്മ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. ആ, നടന്നതന്നെ. അപ്പ ടൂറ് വിടാവോ? പിന്നെന്താ? ആഹാ, കടുകുമണികൾ വന്നോ? ഇങ്ങോട്ട് വന്നേടാ. ഇല്ല, എനിക്ക് ബിസ്ക്കറ്റ് കഴിക്കണം. ഒരു കടുകുമണിയുടെ മോൻ എന്നാ പറ്റി? കൊച്ചിങ്ങ വന്നേ, ഇവിടെ ഇരിക്കേ. എന്നാ പറ്റി കുഞ്ഞേ? അമ്മ ടൂറിന് വിടുന്നില്ല. ഓ, അതാണോ ഇത്ര വലിയ കാര്യം? കൊച്ചെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് നടത്തണം. ഈ എന്നാത്തിനാ പിന്നെ ഇത്ര കഷ്ടപ്പെടുന്നത്? ആഹാ, ഞാനൊക്കെ ചെറുപ്പത്തിൽ ടൂർ പോകാൻ ചോദിക്കുമ്പോഴോ അമ്മ എന്നൊക്കെ പറഞ്ഞേ? പഴങ്കഞ്ഞി കുടിച്ചും വാട്ടാപ്പ് നിന്നും ഇവിടെ ജീവിക്കുന്നതെന്നോ? ഇതിനൊന്നും കുഴപ്പമില്ലല്ലേ? ആഹാ, അതൊക്കെ അന്നത്തെ കാലം. ഞങ്ങളൊക്കെ എന്തോരം കഷ്ടപ്പെട്ടാ നിങ്ങളെ വളർത്തിയത്. അന്ന് ഞാൻ എത്ര പേരുടെ വയറ് നിറയ്ക്കണമായിരുന്നു. അങ്ങേര് തരുന്ന പൈസയെ ഞാൻ മിച്ചം പിടിച്ചിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ നോക്കിയത്. ഇന്നിപ്പോ അതുപോലെയാണോ? നിങ്ങൾക്ക് 2 പിള്ളേരല്ലേ ഉള്ളൂ, അവരുടെ കാര്യം നോക്കണം. അതിന് എനിക്ക് വിടുന്ന കുഴപ്പമൊന്നുമില്ല, ഭരണം മൊത്തം ഉള്ളതല്ലേ. ആ, പിന്നെ ഈ പ്രാവശ്യം നമ്മുടെ ജോണി ചേട്ടൻ നിൽക്കുന്നു. ആ, ജോൺ ചേട്ടൻ നിൽക്കുന്നല്ലേ. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ശരിയാവുമായിരിക്കും. അതെ. ഹലോ. ആ, ശരി ശരി ശരി. ആരാ? കൊച്ചിൻ്റെ ഫ്രണ്ട്സാന്ന് ടൂറ് പോകുന്ന കാര്യം പറഞ്ഞു. ഓ, റെക്കമെൻഡേഷൻ. അങ്ങനെയൊക്കെ തന്നെ. നമ്മുടെയൊക്കെ കാലത്ത് ടൂറെന്ന് പറയുമ്പോൾ അമ്മ പിച്ചാത്തിക്ക് കൂടുന്ന എൻ്റെ ഓർമ്മ വരുന്നത്. ആ, എന്നാ ചെയ്യാനാ, ഇപ്പം പിന്നെ സാറൊക്കെ ആയി പോയില്ലേ. ഇപ്പം പിന്നെ പിള്ളേരുടെ കൂടെ പോകുന്നത് ഭയങ്കര മടുപ്പാന്നേ. പിന്നെ ഭയങ്കര ഉത്തരവാദിത്വമാണ്. എൻ്റെ അഭിപ്രായത്തിലേ വിടണ്ട. ആ, ശരി. ഓ, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്നാ സുഖമാ. എന്നെ ചേച്ചി? ആണ്ട് അമ്മച്ചി അവിടെ ശ്വാസം വിലങ്ങിയിരിക്കുവാ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അമ്മയോട് റെസ്റ്റ് എടുത്തിരിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. അമ്മ രാവിലത്തെ മരുന്ന് കഴിച്ചായിരുന്നോ? അമ്മച്ചി നമുക്കെന്നാ ഒന്ന് എഴുന്നേൽപ്പിച്ചാലോ? അയ്യോ, നമ്മൾ പിടിച്ച അമ്മച്ചി പൊങ്ങത്തില്ല. ഇവിടെ ഒന്ന് ഇരിക്കേ, ഞാൻ ഏച്ചാനെ ഒന്ന് വിളിച്ചോണ്ട് വരാം കേട്ടോ. ഫോൺ ചെയ്താൽ ഞാൻ ഓഫീസിൽ നിന്ന് വിളിക്കട്ടെ. അമ്മ ഇവിടെ തന്നെ ഇരിക്കുക, ഞാനിപ്പോൾ വരാം. മോനെ, ഞാൻ വിളിക്കാം. അയ്യോ, ഇങ്ങോട്ട് പോന്നോ? ഞാൻ അങ്ങോട്ട് കൊണ്ടു തരാറുന്നല്ലോ ഫുഡ്. ഓ, അത് സാരമില്ലെന്ന് എന്നെ അവൻ വിളിച്ച് പറഞ്ഞായിരുന്നു. അമ്മച്ചിക്ക് ഫുഡ് എത്തിക്കാൻ ഈ മഴയല്ലേ, നിസിക്ക് വണ്ടി ഓടിക്കാൻ പാടാന്ന് പറഞ്ഞു. ആ, എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് കുറവാ. അമ്മച്ചിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? അമ്മച്ചിയുടെ കൂടെ ഇപ്പം ആരാ ഉള്ളത്? ഇച്ചാനും ഉണ്ട്, പിന്നെ ഇച്ചാൻ്റെ പെങ്ങളും ഉണ്ട്. ഓ, അമ്മച്ചിക്ക് വയ്യാത്തോണ്ടാണോ കൊച്ചിൻ്റെ മുഖമൊക്കെ വാടിയിരിക്കുന്നത്? അതല്ല, ഞാൻ ഈ ടൂറൊന്നും പോകണ്ട, അമ്മച്ചി ഹോസ്പിറ്റലല്ലേന്ന് പറഞ്ഞു. ഓ, വിടാന്ന് പറഞ്ഞിട്ട് എല്ലാ പണിയും എൻ്റെ കൂടെ ചെയ്തിട്ട് എന്നെ ഇപ്പൊ വിടുന്നില്ല. ആ, കൊച്ചിനെ വിടാന്ന് പറഞ്ഞ് പണിയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് വീട്ടിലെ മോശം കേട്ടോ. ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നാളെ നല്ല പൈസയാവും. അപ്പം നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നു? ഓ, ഞങ്ങളൊന്നും എടുത്തിട്ടില്ല, ആകെ ചുമ്മാ പൈസ ചെലവല്ലേ. ആ, ഈ ഹോസ്പിറ്റലിൽ 20,000 30,000 ഒന്നിച്ചു കൊടുക്കുന്നത്ര ചിലവൊന്നും ഇല്ലല്ലോ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ചെറിയൊരു തുക അടയ്ക്കുന്നതിന്. അത് പിന്നെ മോൻ്റെ ടൂറിൻ്റെ ചിലവിൻ്റെ പകുതിയിലൊന്നു പോലും ആകുന്നില്ലല്ലോ. പിന്നെ മാസം 400-500 മുതലുള്ള പ്ലാനുകളുണ്ട്. മാത്രമല്ല 25% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. 1 കോടി വരെ കവറേജുള്ള പ്ലാനുകളും ഉണ്ട്. സർക്കാർ GST ഒക്കെ എടുത്ത് കളഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പം പഴയ പ്രീമിയത്തിന് ഇരട്ടി കവറേജും കിട്ടും. അത്രയും ചിലവേ ഉള്ളോ? അപ്പോൾ ഏത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണ്ടേ? ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അതാകുമ്പം ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളെല്ലാം അതിൽ വരും. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഞാൻ ഓൾറെഡി അവനോട് ഇതൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഇതുവരെ എടുത്തില്ലല്ലേ? അമ്മയെ അങ്കിൾ പറയുന്ന പോലെ എന്തെങ്കിലും ചെയ്യേ, ഇല്ലേ അമ്മയ്ക്ക് ഭയങ്കര പിശുക്കാ. ഇതെന്നാടാ 10ൽ 5 മാർക്കോ? ഹലോ, ടൂർ ഞങ്ങൾ തീരുമാനിച്ചില്ല ഇവിടുന്ന് കാര്യമൊന്നും. ആ ആ, ശരി ശരി.
ഇതിപ്പോ 4ാമത്തെ കോളാ എനിക്ക് വരുന്നത്. റെഡിന്റെ അച്ഛനാണോ എന്ന് ചോദിച്ചു. ഡാ എന്തിനാടാ അപ്പായുടെ നമ്പർ എല്ലാവരും കൊടുത്തത്? എനിക്കറിയത്തില്ല. അമ്മ ഇവൻ തന്നെയാവാ നമ്പർ കൊടുത്തേ. നീ കണ്ടോ? പിന്നെ നോണ പറയണേ അടിച്ചു വേണോ? എന്തിനാടാ നമ്പർ കൊടുത്തേ? ഞാൻ ബാഗ് തുറന്നിരിക്കുമ്പോൾ അവൾ സ്കൂൾ ഡയറി എടുത്ത് എഴുതിയിട്ട് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവര് അങ്ങനെയായിരിക്കും പഠിക്കുന്നത്. ഓ, നന്ദേട്ടന് യമുനാറാണിയും ബെഡ്റൂമിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ അറിയാതെ കൈതട്ടി ലിപ്സ്റ്റിക്ക് താഴെ വീണ് ഉടായിപ്പ് എടുക്കരുത് കേട്ടല്ലോ. നിന്നെ എന്ത് പറഞ്ഞാലും ഞാൻ വിടത്തില്ല. എന്തിനാടാ പിള്ളേരെ അതിനെ ഇട്ട് ഇങ്ങനെ വട്ട് കളിപ്പിക്കുന്നത്? അതിനെ വിടുന്നെങ്കിൽ വിട്. പണ്ടത്തെ കാലത്ത് അപ്പുറം ഇപ്പുറമൊക്കെ ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. ഇപ്പൊ ആണെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ പോയാലല്ലേ അതുങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടത്തുള്ളൂ. അങ്ങ് വിടന്നേ. ഓക്കെ വിടാം, വിടുവോ? പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അച്ചടക്കത്തോടെ ചെയ്യണം. നീ നല്ല കുട്ടിയാണെന്ന് എനിക്ക് ബോധ്യം വന്നാൽ ഞാൻ വിടും. ഓക്കെ അല്ലേ? കയ്യൊക്കെ ആകെ പോയി. പാത്രം കഴുകാനുണ്ട്. ചെയ്താലോ? ടൂർ പോണോടാ നിനക്ക്? ഒറ്റ കരിയേപ്പില താഴെ ഇല്ല. ശരിയാ, ഇനി മേളിൽ കയറി പറിക്കേണ്ടി വരും. എന്നാ കേറിക്കോ. നിനക്ക് ടൂറ് പോണോടാ? എടാ മോനെ, നീ ഇങ്ങ് വന്നേ. ഇങ്ങ് ബാ, അമ്മച്ചി ഒരു കാര്യം പറയുന്നു. എന്റെ മോനെ എന്നാ പറ്റി? ടൂറിന് പോകാത്താണോ മോന് വിഷമം? അമ്മച്ചി പൈസ തരാടാ. അമ്മച്ചിയുടെ എവിടുന്ന പൈസ? അപ്പ തരത്തില്ലെന്ന് പറഞ്ഞു. ഓ, അപ്പ തരണ്ട. അമ്മച്ചിക്ക് കിടാനായിട്ട് എൻ്റെ ജോസൂട്ടി എനിക്ക് പൈസ തരും. ആർക്ക് എന്തൊക്കെ പറ്റിയെന്ന് പറഞ്ഞാലും എൻ്റെ മോനെ അമ്മച്ചി ടൂറിന് വിട്ടിരിക്കും. ഒന്ന് അനങ്ങി നടക്കടാ. അതെ, ഞാൻ അവിടെ എന്റെ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. നീ അതും കൂടി ഒന്ന് മേടിച്ചോണ്ട് വാ. അത് ഇങ്ങോട്ട് താ. വേഗം പോയിട്ട് വാ, എന്നിട്ട് വേണം അടുത്ത പണി ചെയ്യാൻ. വേഗം നടക്ക്. എന്റെ പൊന്നു നിസി ഒന്ന് വാ, എനിക്ക് വേറെ പണിയുള്ളതാ. എങ്ങോട്ടാടാ രണ്ടുപേരും കൂടെ? അമ്മ ലുലു വരെ എന്തൊക്കെയോ ഓഫർ ഉണ്ടെന്ന് അവള് പറഞ്ഞു. ഓ, ഒരു ലുലു. എടാ എന്നെയും കൊണ്ടോടാ, ഞാനും ഒന്ന് കാണട്ടെ ലുലു ഒക്കെ. ശരി, എന്നാ വാ, അമ്മ കയറി. അമ്മ എന്നാ പോയിട്ട് വരാവേ. എനിക്ക് കുറച്ച് വെള്ളം വേണം. കുഞ്ചു. എന്നെ കുഞ്ചുന്ന് ഏത് നേരം കുഞ്ചു 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 കുഞ്ചു. അവൻ ടൂറിന് പോകുന്നെന്ന് പറഞ്ഞാൽ അവനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ അപ്പനും അമ്മയും കൂടെ? എടാ വായ വരി കഴിച്ചിട്ട് അങ്ങോട്ട്. അവന് പറഞ്ഞോളി. അമ്മേ, അമ്മ എന്തിനാ ജോസേട്ടനോട് പൈസ ചോദിച്ചേ? ഞാൻ ചോദിച്ചായിരുന്നു. നിങ്ങളോ ആ കൊച്ചിനെ ടൂറിന് വിടത്തില്ല, ഉള്ള ശോഭകേട് മുഴുവൻ ജയിപ്പിച്ചിട്ട് അവൻ ടൂറിന് പോയിക്കോട്ടെ. ഞാൻ ചോദിച്ചതാ അതിന് വേണ്ടിയിട്ടാ. ഇപ്പോൾ കൊച്ചിനെ പണിയെടുപ്പിച്ചാണ് പ്രശ്നമായിപ്പോയി. അമ്മ എന്നെ കൊണ്ട് എന്നെ കഴിപ്പിച്ചിരുന്നത്. ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേന് രാവിലെ പാലും കുപ്പി കഴുകി പാലെടുത്ത് എല്ലാ വീട്ടിലും കൊണ്ട് കുടിപ്പിച്ച് പശുവിൻ്റെ തൊഴുത്ത് വരെ അമ്മേനെ കൊണ്ട് കഴിപ്പിച്ചിട്ടില്ലേ? എന്നിട്ട് പ്രശ്നമായത്. ഓ, നിങ്ങളോടൊക്കെ സംസാരിക്കാൻ നിന്ന് എൻ്റെ നെഞ്ചിന് ഭയങ്കര എരിച്ചില്ല. ഞാനൊന്ന് കിടക്കട്ടെ. അല്ലെങ്കിലും കാര്യം പറയുമ്പോൾ എപ്പോഴും അമ്മയ്ക്കൊരു നെഞ്ചേച്ചിലുള്ള ടൂറ് പോക്കുകാരൻ ഒപ്പിച്ചെടുത്തല്ലോ. എടാ കുഞ്ചു, എടാ ഒന്ന് എഴുന്നേറ്റ് വന്നേടാ നീ. ഡാ
ഇന്നലെയും കൂടി ഇച്ചിരി ചൂടുവെള്ളം താ മോളെ എന്ന് പറഞ്ഞത് എനിക്ക് പറ്റിയില്ല. അമ്മച്ചി പോയടാ. എന്ത് വിധീത് വല്ലാത്ത ചതീത്. ഹലോ, അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പം തന്നെ എടുക്കുക, മാറ്റി വെക്കരുത്. നമ്മുടെ സാമ്പത്തികസ്ഥിതിയെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ തൈറോയ്ഡ്, BP, ഡയബറ്റിക്, ആസ്മ പോലുള്ള അസുഖങ്ങൾക്ക് ആദ്യ ദിവസം തന്നെ കവറേജ് കിട്ടുന്ന പ്ലാനുകളും ഇതിലുണ്ട്. കുടുംബത്തിന് മൊത്തമുള്ള പ്ലാൻ കുറഞ്ഞ വിലയ്ക്ക് മാസം തോറും അടവ് വരുന്ന രീതിയിൽ എടുക്കാം. 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടുന്നതാണ്. ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികൾ കമ്പയർ ചെയ്തുകൊണ്ട് 25% വരെ ഡിസ്കൗണ്ട് കൂടി എടുക്കാനായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയോ അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്തോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അമ്മയും കൂടെ ആ കൊച്ചിനെ ഇട്ടോട്ട് അങ്ങ് പണിപ്പീര തെറ്റിപ്പോയല്ലേ. അമ്മ ഇവൻ തന്നെയാ നമ്പർ കൊടുത്തേ. നീ കണ്ടോ? എപ്പോ കണ്ടു? ചുമ്മാ നോട്ട് പറയുന്നുണ്ടോ? നന്നായിട്ട് വന്നതാ. അവരെവിടെ? എടാ എന്നതാടാ? അമ്മേന്ന് കൂവടാ എന്നെ നോക്കി. കുഞ്ചു പോട്ടെ, തലമുടി വിട്ടേര്. ആരാടാ ചിരിച്ചേ? അവനവിടെ നോക്കുന്നതിന് ചിരിച്ചോണ്ടാ